പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവർക്കും ക്രിസ്മസ് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ പരിപാടി ആരംഭിക്കുക. നമ്മുടെ നാട്ടിൽ ഡിസംബർ 25 ക്രിസ്മസ്. യഥാർത്ഥത്തിൽ യേശു ക്രിസ്തു ജനിച്ചത് ഡിസംബർ 25 ചരിത്രപരമായ തെളിവുകളൊന്നുമില്ല. എന്ന് മാത്രമല്ല, യൂറോപ്യൻ രാജ്യങ്ങളിൽ ക്രിസ്തുമതം പ്രചരിക്കുന്നതിന് മുമ്പ് സൂര്യ ആരാധകരുടെ ഒരു ആഘോഷ ദിവസമായിരുന്നു ഈ ഡിസംബർ 25. പിന്നീട് ക്രിസ്തുമതം പ്രചരിച്ചതിന് ശേഷം ആ ദിവസം ക്രിസ്തുദേവന്റെ ജനനവുമായി ബന്ധപ്പെടുത്തി ക്രിസ്മസ് ആയിട്ട് ആഘോഷിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് ചരിത്രരേഖകളിൽ കാണുന്നത്. യേശു ക്രിസ്തുവിൻ്റെ ജനനത്തീയതിയോ ജനിച്ച മാസമോ ഒന്നും ആർക്കും അറിയില്ല. എന്ന് കരുതി അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ അല്ലെങ്കിൽ ദൈവശാസ്ത്രപരമായിട്ട് ഉള്ള പ്രാധാന്യത്തെ നമുക്ക് കുറച്ച് കാണാനും പറ്റുകയില്ല. നമ്മുടെ നാട്ടിൽ തന്നെ ഈ പെന്തിക്കോസ്റ്റിലെ ചില വിഭാഗങ്ങൾക്കൊന്നും ക്രിസ്മസും ഈസ്റ്ററും ഇല്ല. കാരണം അവർ പറയുന്ന ഇതേ കാര്യം തന്നെയാണ്. കാരണം യേശു ക്രിസ്തു ജനിച്ചത് ഡിസംബർ 25 എന്നുള്ളത് ചരിത്രപരമായി യാതൊരു സാക്ഷ്യവുമില്ല. അതില്ലാത്തിടത്തോളം കാലം ഞങ്ങൾ ഇത് ആഘോഷിക്കുന്നതിലും അർത്ഥമില്ല എന്നാണ് പറയുന്നത്. ഇനി റഷ്യയിലും ചില കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിലും ജനുവരി 7 ക്രിസ്മസ്. കാരണം അവർ പിന്തുടരുന്നത് ജൂലിയൻ കലണ്ടറാണ്. ബാക്കി ആളുകളൊക്കെ പിന്തുടരുന്നത് ഗ്രിഗോറിയൻ കലണ്ടറാണ്. നമ്മുടെ കേരള സംസ്ഥാനത്ത് തന്നെ ഈ തൃശ്ശൂരെ സുറായികൾ എന്നറിയപ്പെടുന്ന ഒരു വിഭാഗമുണ്ട്, കൽതായ സുറിയാനി സഭക്കാർ. അവർക്ക് 1970-ലും 80-ലും വരെയൊക്കെ ജനുവരി 7 ക്രിസ്മസ്. പിന്നെ സമീപകാലത്താണ് അവർ ഡിസംബർ 25 കൺവേർട്ട് ചെയ്തത്. ഇത് പറയുമ്പോഴാണ് യുക്രൈനിൽ കഴിഞ്ഞിട്ട് കൊല്ലം വരെ ജനുവരി 7. ഇപ്പോൾ റഷ്യയുമായിട്ട് അത്ര വലിയ യുദ്ധത്തിലായതുകൊണ്ട് അവർ ഡിസംബർ 25 ഷിഫ്റ്റ് ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇന്നാണ് നമ്മുടെ നാട്ടിലെ ക്രിസ്മസ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസ് ആശംസകൾ നേരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ക്രിസ്മസ് എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളുടെ മാത്രം ഒരു ആഘോഷമല്ല. കാരണം യേശു ക്രിസ്തു എന്ന് പറയുന്നത് എൻ്റെ അഭിപ്രായത്തിൽ മനുഷ്യരാശിയുടെ മുഴുവൻ ഈടുവെപ്പാണ്. ആ ബൈബിൾ എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ്. ഞാൻ ക്രിസ്തുമതത്തിൽ ജനിച്ച ആളല്ലെങ്കിലും എൻ്റേതായ രീതിയിൽ ഈ ബൈബിൾ വായിക്കുകയും അതിനെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. എൻ്റെ അഭിപ്രായത്തിൽ യേശു ക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ അത്ഭുതം അദ്ദേഹം വെള്ളത്തിന് മീതെ നടന്നു, അല്ലെങ്കിൽ വെള്ളം വീഞ്ഞാക്കിയതോ, കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയതോ, മരിച്ച ആളെ ഉയർത്തെഴുന്നേൽപ്പിച്ചോ പോലുമല്ല. യേശുവിൻ്റെ ഏറ്റവും വലിയ അത്ഭുതം, അല്ലെങ്കിൽ അദ്ദേഹം ശരിക്കും പ്രാവർത്തികമാക്കിയ അത്ഭുതം എന്ന് പറയുന്നത് ഈ ബൈബിൾ പഴയ നിയമത്തിലെ ക്രൂരനും പ്രതികാരദാഹിയുമായ യഹോവയുടെ സ്ഥാനത്ത് സ്നേഹസ്വരൂപനായ ഒരു ഈശ്വരനെ, കർത്താവിനെ പ്രതിഷ്ഠിച്ചാണ്. അതാണ് യേശുക്രിസ്തു ചെയ്ത ഏറ്റവും വലിയ അത്ഭുതം. അതാണ് യേശുവിൻ്റെ ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ. ദൈവശാസ്ത്രത്തിനാണെങ്കിലും നമ്മുടെ മനുഷ്യ സംസ്കാരത്തിനാണെങ്കിലും. ഒരു കാരണത്തടിക്കുന്നവന് മറുകാരണവും കാണിച്ചു കൊടുക്കുക, നിന്റെ പുതപ്പ് പിടിച്ചു വലിക്കുന്നവന് മേൽക്കുപ്പായം കൂടി കൊടുക്കുക എന്ന് പറഞ്ഞ ആ രീതിയിൽ ദൈവശാസ്ത്രത്തെ വിപ്ലവവൽക്കരിച്ച ഒരു വലിയ ആചാര്യനായിരുന്നു യേശു ക്രിസ്തു എന്ന് വിചാരിക്കാനാണ് എനിക്ക് ആഗ്രഹം. എന്നെ പോലെ ചിന്തിക്കുന്നവർ വേറെ ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കും. പലരും ഈ ബൈബിള് യാന്ത്രികമായിട്ട് വായിക്കുകയും അത് മറക്കുകയും ചെയ്യുന്നവരാണ്. ചിലരൊക്കെ ബൈബിൾ വീട്ടിൽ വാങ്ങിച്ച് സൂക്ഷിച്ചു വയ്ക്കുന്നവരാണ്, വായിക്കുന്നവരല്ല. പൊടി പിടിച്ച ബൈബിൾ ഞാൻ പല ക്രിസ്തീയ ഭവനങ്ങളിലും കണ്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്നെപ്പോലെ ഈ ബൈബിള് വായിക്കുന്ന ആളുകൾ കുറവായിരിക്കും. ഭക്തിയോ വിശ്വാസവും ഇല്ലാതെ ബൈബിൾ വായിക്കുന്ന ആളാണ്. അങ്ങനെയല്ല, വിശ്വാസത്തോടെ വായിക്കുന്നവർ ധാരാളം പേരുണ്ട്. അതല്ലാതെ വായിക്കുന്നവരുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളെ കുറിച്ചാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അത് നമ്മുടെ കേരളത്തിൻ്റെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ്. സതീശൻ ഏതാണ്ട് ഒരു പെന്തിക്കോസ്ത് ഉപദേശിയുടെ അത്രയും ബൈബിൾ അറിയുന്നതാണ്. അദ്ദേഹം പുതിയ നിയമമാണോ പഴയ നിയമമാണോ വായിക്കുന്നതെന്ന് എനിക്ക് കൃത്യം അറിയില്ല. അല്ല, ഞാൻ ചോദിച്ചത് അദ്ദേഹം പ്രൊട്ടസ്റ്റന്റുകാരുടെ ബൈബിളാണ് വായിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ ടെർമിനോളജി വെച്ച് നോക്കും. കത്തോലിക്കരുടെ ബൈബിൾ ഇതിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യസ്തമാണ്. അതിൻ്റെ വാചകങ്ങളും വാക്യഘടനയും ഒക്കെ. ഇദ്ദേഹം ബൈബിൾ വിശദമായിട്ട് കോട്ട് ചെയ്ത് പല പ്രസംഗങ്ങളും നടത്തി ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ ഈ ക്രിസ്തീയ യോഗങ്ങളിൽ പലതിലും സതീശൻ മുഖ്യ പ്രാസംഗികനായിട്ടും അല്ലെങ്കിൽ ഉദ്ഘാടകനായിട്ടൊക്കെ പങ്കെടുക്കുന്നുണ്ട്. ഞാനും അദ്ദേഹത്തോടൊപ്പം ചില പരിപാടികളിൽ പങ്കെടുത്തു. ഈ കഴിഞ്ഞ ദിവസം കൃത്യമായിട്ട് പറഞ്ഞാൽ ഡിസംബർ 8 മാതൃഭൂമി പത്രത്തിൽ ഒരു ചെറിയ വാർത്ത കണ്ടു. ഒരാളെനിക്ക് അയച്ചു തന്നാണ്. വീട്ടിൽ വരുത്തുന്ന മാതൃഭൂമിയിൽ അത് കണ്ടില്ല, അത് ഞാൻ ശ്രദ്ധിച്ചില്ല. അയച്ചു തന്ന വാർത്ത പ്രകാരം വി ഡി സതീശൻ കഴിഞ്ഞ 2 കൊല്ലത്തിനകത്ത് അല്ലെങ്കിൽ 3 കൊല്ലത്തിനകത്ത് ഏതാണ്ട് 350ഓളം ക്രിസ്തീയ യോഗങ്ങളിൽ പങ്കെടുത്ത് സുവിശേഷ പ്രസംഗം നടത്തിയിട്ടുണ്ടായി. ഇദ്ദേഹം സുപ്രസിദ്ധ അമേരിക്കൻ സുവിശേഷകനായിരുന്ന ബില്ലി ഗ്രഹാമിൻ്റെ റെക്കോർഡിനെ മറികടന്നു എന്നാണ്.
ഇത് അയച്ചു തന്ന ആളെ എനിക്ക് അതിൻ്റെ അകത്തൊരു അടിക്കുറിപ്പ് കൂടി അയച്ചു തന്നു. ഇദ്ദേഹം ഇനി വൈകാതെ പറവൂർ ഗ്രഹം എന്നറിയപ്പെടും. ഈ ബില്ലി ഗ്രഹാം വലിയ പുള്ളിയാണ്. അമേരിക്കയിൽ ഈ പ്രസിഡന്റുമാരുടെ അല്ലെങ്കിൽ വലിയ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ ചിന്തകന്മാരുടെയും എണ്ണപ്പെട്ട സെനറ്റർമാരുടെയൊക്കെ പ്രതിമ അവിടുത്തെ ക്യാപിറ്റോൾ ബിൽഡിങ്ങിൽ വെച്ചിട്ടുണ്ട്. ക്യാപിറ്റോൾ ബിൽഡിങ്ങിൽ പ്രതിമയുള്ള ഒരേ ഒരു സുവിശേഷകനേ ഉള്ളൂ, അത് ബില്ലി ഗ്രഹാമാണ്. അത്രയും ശക്തനാണ്, അത്രയും സ്വാധീന ശക്തിയുള്ള ആളെ. ബില്ലി ഗ്രഹാം നമ്മുടെ നാട്ടിലൊക്കെ ഒന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. നാഗമ്പടം മൈതാനത്ത് അദ്ദേഹം ഒന്ന് പ്രസംഗിച്ചതിനെ കുറിച്ച് ജോൺ അബ്രഹാമിൻ്റെ ഒരു കുസൃതി കഥയുണ്ട്. അത് പറയാനുള്ള സന്ദർഭം ഇതല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ബില്ലി ഗ്രഹാമിൻ്റെ ഒരു നിലയിലേക്ക് നമ്മുടെ പറവൂർ സതീശൻ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് സതീശൻ ഉയർന്നു കഴിഞ്ഞു എന്നാണ് ആളുകൾ പറയുന്നത്. അതെന്തായാലും നമുക്കറിയാം, കഴിഞ്ഞ മാരാമൺ കൺവെൻഷനിൽ സതീശനെ പ്രസംഗിക്കാൻ വിളിച്ചു. പിന്നെ സംഘാടകർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. സതീശന് കൊടുത്ത ക്ഷണക്കത്ത് മാർത്തോമ സഭ പൂർവ്വകാല പ്രാബല്യത്തോട് പിൻവലിച്ചു ഈ വേദിയിൽ പറഞ്ഞ. ഏതായാലും സതീശന്റെ ഈ സുവിശേഷ പ്രസംഗങ്ങൾ അല്ലെങ്കിൽ ക്രിസ്തീയ വേദികളിൽ അദ്ദേഹം ബൈബിൾ ഉദ്ധരിച്ചുകൊണ്ടും യേശുവിൻ്റെ ജീവിത കഥ പറഞ്ഞുകൊണ്ടും നടത്തിയ പ്രസംഗങ്ങളുടെ ഒരു സമാഹാരം ഈ വരുന്ന തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിക്കാൻ പോകുന്നു എന്നാണ് ഞാൻ കേട്ടത്. അപ്പോൾ അത് ഞാൻ അന്ന് കേട്ടപ്പോൾ വിശ്വസിച്ചില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം ദീപികയിൽ ഇത് സംബന്ധിച്ച് വിശദമായ ഒരു വാർത്തയുണ്ട്. സതീശനെ എങ്ങനെയാണ് ബൈബിൾ സ്വാധീനിച്ചത്, അഥവാ ബൈബിളിനെ എങ്ങനെയാണ് സതീശൻ സ്വാധീനിച്ചത്, ബൈബിൾ എങ്ങനെയാണ് അദ്ദേഹം മനപ്പാഠമാക്കിയത്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഗതിയിൽ ബൈബിൾ എങ്ങനെയാണ് സ്വാധീനം ചെലുത്തിയത്, അദ്ദേഹം എങ്ങനെയാണ് ഒരു ക്രിസ്തീയ പുരോഹിതനേക്കാളും അല്ലെങ്കിൽ പെന്തക്കോസ്ത് പാസ്റ്ററേക്കാളും നന്നായിട്ട് ബൈബിൾ വചനങ്ങൾ ഉദ്ധരിക്കാൻ തുടങ്ങിയത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ദീപിക വളരെ വിക്ഷോഭത്തോടുകൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണ്. തെരഞ്ഞെടുപ്പിൽ തോൽക്കുകയാണെങ്കിൽ UDFന് ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിൽ ഇദ്ദേഹം വനവാസത്തിന് പോകും എന്നൊക്കെയാണ് ഭീഷണി. അതൊന്നും വേണ്ടിവരില്ല എന്ന് നമുക്കറിയാം. എങ്കിൽ പോലും ഇനി രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടാലും ഇതുപോലുള്ള പ്രസംഗങ്ങളൊക്കെ നടത്തി സന്തോഷകരമായിട്ട് ജീവിക്കാൻ കഴിയും എന്നാണ് എൻ്റെ പ്രതീക്ഷ. എൻ്റെ പ്രിയ സുഹൃത്ത് സതീശന് വിജയാശംസകൾ നേരുന്നു. അദ്ദേഹത്തിൻ്റെ ബൈബിൾ പ്രസംഗങ്ങൾ കോൺഗ്രസ്സുകാരും വായിക്കില്ല എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. കാരണം കോൺഗ്രസ്സുകാർ അക്ഷരവിരോധികളാണ്. മിക്കവാറും പേർക്ക് അക്ഷരമാലാന്ന് അറിയില്ല. ഇന്ന് വരെ ഒരു കോൺഗ്രസ്സുകാരൻ പുസ്തകം വായിച്ചായിട്ട് ചരിത്രത്തിന് ഒരു സ്ഥലത്തുമില്ല. എന്നാൽ ക്രിസ്തീയ വിശ്വാസികൾ എങ്കിലും ഇത് വായിക്കും, ഇത് വിജയിപ്പിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇത് ബൈബിൾ വായന സതീശൻ മാത്രമായിട്ട് പരിമിതപ്പെടുത്തേണ്ടതല്ല. ഓരോരുത്തർക്കും അവരവരുടേതായ രീതിയിൽ ഇതിനെ വായിക്കാനും വ്യാഖ്യാനിക്കാനും വിശദീകരിക്കാനുമുള്ള അവസരം ഉണ്ടാകട്ടെ. ഞാനങ്ങനെ വായിച്ച ഒരാളാണ് കുട്ടിക്കാലം മുതൽക്ക് ബൈബിൾ. എന്നെ സംബന്ധിച്ചിടത്തോളം വിശ്വാസത്തിൻ്റെയോ ഭക്തിയുടെയോ ഒന്നും ഭാഗമായിട്ടല്ല, യാതൊരു വിശ്വാസവും ഇല്ലാതെ വായിച്ച, അതിലെ കുറേ ഭാഗങ്ങളൊക്കെ ഹൃദിസ്ഥമാക്കിയ, ഇതുപോലെയുള്ള വേദികളിലൊക്കെ സങ്കോചം കൂടാതെ അത് എടുത്ത് വീശാൻ കഴിവുള്ള ഒരാളാണ് ഞാൻ എന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങളൊക്കെ അത് കേട്ട് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതായാലും സതീശന് വിജയാശംസകൾ നേരുന്നു. ഇനി അദ്ദേഹത്തിൻ്റെ ബൈബിൾ പുസ്തകം വായിക്കാനായിട്ട് താല്പര്യപ്പെട്ടിരിക്കുന്നു. ഈ പുസ്തകത്തിൻ്റെ പേര് സതീശൻ്റെ സുവിശേഷം എന്നാണെങ്കിൽ നന്നായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം.